ഇത് അട്ടപ്പാടിയിലെ ആനക്കട്ടി ഒരു റിസോർട്ടാണ്. ഇത് നല്ല അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്നലെ വന്ന് സ്റ്റേ ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് നമ്മളാളുകൾ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. എന്താ നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് കടന്നു. അപ്പോൾ ഇവർ ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ എന്താ ഇതിപ്പോൾ ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ ആയുർവേദിക് ചിക്കൻ കറിയാണ്. ഓക്കെ. ഇതിൽ ചിക്കൻ കുറുമ ആയുർവേദിക്, ഇതിൽ മല്ലിച്ചപ്പ്, പുതിന, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ പൊടികളൊന്നുമില്ല. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, അതിൻ്റെ ബെസ്റ്റ്, പുതിനയാണ് ഇതിൻ്റെ ബെസ്റ്റ്. ആയുർവേദിക് ചിക്കൻ കുറുമ. അപ്പോൾ ഈ ചിക്കൻ കുറുമയ്ക്ക് അടിച്ചു വെച്ചിട്ട് തേങ്ങയാണത്. ഇത് മല്ലിച്ചപ്പ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ അടുപ്പത്ത് നിന്ന് വെന്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മളെ മെയിൻ പണ്ടായിൻ്റെ ഉസ്താദ് പറഞ്ഞാൽ ഇയാളാണ് ഇതിൻ്റെ മെയിൻ ആൾ. നിങ്ങൾ കുറേ കാലമായിട്ട് ഇത് ഉണ്ടാക്കണം? ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്ത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൊടി. അത് ഇപ്പോൾ കടകളിൽ പോയാൽ നമുക്ക് ഇത് കിട്ടുമോ? അങ്ങനെ അല്ല, കടകളിലും മറ്റൊരാളെ ഞാനിത് പബ്ലിസിറ്റി ചെയ്തിട്ടില്ല. ഇല്ല. ഇതിന്റെ കൂട്ടുകളൊന്നും ഞാൻ ഇതുവരെ പബ്ലിക്ക് വിട്ടിട്ടില്ല. ഇതെന്ന് പറഞ്ഞത് നോക്കി, ഇതിൽ പച്ച മരുന്നുകളാണ്. ഇതിൽ പുതിന, തൈര്, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഇതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, ചിക്കന്, പിന്നെ ഇതിനകത്ത് അണ്ടിപ്പരിപ്പ്, ചീരുള്ളി, ചെറിയുള്ളി, തേങ്ങ, ഇങ്ങനെ പച്ചമരുന്നുകൾ കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു കറി ആയതിനെ കൊണ്ടാണ് അതിന് ആയുർവേദിക് കുറുമാന്ന് പറയാൻ കാരണം. കഴിക്കുന്ന ആൾക്കാർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണം. കഴിക്കുന്ന ആൾക്ക് വയറ് ശുദ്ധീകരിക്കുന്ന ഒരു മരുന്നാണ്. പക്ഷെ ഭയങ്കര അപാര ടേസ്റ്റുമാണ്. ഇപ്പം എല്ലാവരും സാധാരണ കോഴിയായിട്ട് മുളക് കറി അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങളൊരു ഇതിലൊരു വെറൈറ്റി ആയിട്ടുള്ള നമ്മളിപ്പോൾ ആദ്യമായിട്ട് കാണുന്നത്. വെറൈറ്റി മാത്രമല്ല, ശരീരത്തിന് ആവശ്യമുള്ള ഹാനികരമായിട്ടുള്ള ഒരു സംഗതി ഇതിനകത്തില്ല. കാരണം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഒരു പൊടി ഐറ്റംസ് ഇതിനകത്ത് ഒക്കെ പച്ചമരുന്നുകളാണ്. ഇന്നൊരിക്കൽ ഈ ഗവൺമെന്റിന്റെ ഒരു പരിപാടിയിൽ ഇതിനെ വിളിച്ചപ്പോൾ ഞാൻ പോയി നിർമ്മിച്ചു കൊടുത്തിട്ട് അതിന്റെ അഭിപ്രായം വന്നിട്ട് അവർ എന്നോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഞാനൊന്നും അവർക്ക് വരെ അത് വിട്ടുകൊടുത്തിട്ടില്ല, ഇതിന്റെ രഹസ്യം എന്താണെന്നുള്ളത്. അപ്പൊ ആർക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറി വെച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇന്നയോ എൻ്റെ അസിസ്റ്റന്റ് മുത്തുവിനെയോ ഒക്കെ ബന്ധപ്പെട്ടിട്ട് കോൺടാക്ട് നമ്പർ ഇതിനകത്ത് കൊടുക്കാം. അതിൽ ബന്ധപ്പെട്ടാൽ നമ്മൾ വന്ന് വെച്ച് തരും. അല്ലാതെ ഇതിന്റെ കാര്യങ്ങൾ പുറത്തു വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പബ്ലിസിറ്റിന്റെ ആവശ്യമില്ല. അപ്പൊ ശരി, എന്നാൽ നമുക്ക് ഇന്നലെ റെഡി ആയിട്ട് ഭക്ഷണം ഞങ്ങൾ ഇത് റെഡി ആയി കഴിഞ്ഞാൽ അതിന്റെ ഭക്ഷണം സാധനങ്ങൾ നമ്മൾ വീഡിയോ വിടുന്നതാണ്. വെജിറ്റബിൾ സൂപ്പ്, തക്കാളി, ക്യാരറ്റ്, കൊത്തമല്ലി ഇല, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, വലിയ ഉള്ളി, ക്യാരറ്റ്, തക്കാളി, ഇതിങ്ങനെ തിളപ്പിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണത്തിന് സൂപ്പായിട്ട് കഴിക്കും. വെജിറ്റബിൾ സൂപ്പായിട്ട് കഴിക്കും. ഹെൽത്തി ആയിട്ട്. ഹെൽത്തിയാണ്. അപ്പൊ നിങ്ങൾ കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ ടൂറിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങല്ലേ? പുറത്തുനിന്ന് വാങ്ങിക്കലേ അല്ലേ. ഇങ്ങനെ വെജിറ്റബിൾ കൊണ്ടുള്ള എല്ലാ ഐറ്റം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ, ഷുഗറോ പ്രഷറോ എന്നുള്ള മറ്റുള്ള അസുഖങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, എന്നാൽ നമുക്ക് എന്നാലും ഇത് റെഡി ആയിട്ട് നമുക്ക് അതിന്റെ വീഡിയോ അടുത്തതിലേക്ക് കാണാം. ഓക്കെ, ഭയങ്കര പ്രസൻസ് ആണ്. ഓക്കെ, ശരി.